ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ കണ്ണൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പൊതുയോഗം ജില്ലയിലെ പ്രധാന പ്രവർത്തകരുടെ കൺവെൻഷൻ ഇന്ന് കണ്ണൂരിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെത്തിയിട്ടുള്ളത്. കേരളം കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം, പ്രത്യേകിച്ചും CPM രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പറയാൻ വയ്യ. കാരണം ഈ 2 വിഷയത്തെയും അതിശക്തമായി ഇടതുപക്ഷ പാർട്ടികൾ സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്ത് ഇന്ത്യയൊട്ടാകെ വർഗീയവൽക്കരിക്കാനും രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ മാറ്റിയെഴുതപ്പെടുന്നു. മഹാത്മാഗാന്ധിയെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒരു പങ്കാളിത്തവുമില്ലാത്ത BJPയും RSSും രാജ്യസ്വാതന്ത്ര്യത്തിൽ അവരാണ് ഏറ്റവും മുന്നിൽ നിന്നത് എന്ന രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം കേരളം അതിഗൗരവമായി ചർച്ച ചെയ്തതാണ്. അതിൽ ഇടതുപക്ഷമെന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് എതിർത്തു പോന്ന ഒരു സംവിധാനത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഇവിടെ 2 ദിവസം മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീയും പദ്ധതിയിൽ സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി തയ്യാറാകുകയും ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച വിഷയം മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല, CPM നേതൃത്വം സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ പോലും ചർച്ച ചെയ്യാതെ പിണറായിയുടെ ഒറ്റ ഉത്തരവിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ത്യയിലാകെ ഫാസിസം ആഞ്ഞടിക്കുമ്പോഴും കേരളവും തമിഴ്നാടും നമുക്കറിയാം എന്നും തിരിഞ്ഞു നിന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാളും അതേ മതേതരത്വ പാത പിന്തുടരുന്ന ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്നത്. ഇന്നലെ പത്രക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വൈകുന്നേരം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിച്ചത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം? 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പുള്ളി തിരിച്ചു ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങളല്ലല്ലോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുഴപ്പമുണ്ടെന്നും അത് രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതുന്നതാണെന്നും ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അതിന് പ്രസിദ്ധീകരണങ്ങൾ നടത്തിയതും പത്രസമ്മേളനങ്ങൾ നടത്തിയതും ഇന്ത്യയിലാകെ പ്രചരണം നടത്തിയതും നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളുടെ പാർട്ടിയല്ലേ എന്ന് തിരിച്ച് മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം. ഞാൻ 1 വർഷം മുമ്പ് ഈ ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒപ്പം നിന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധിയായി കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരാനുണ്ടായ സാഹചര്യങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും
കേരളത്തിൽ വർഗീയവൽക്കരണം, ഫാസിസം, പോലീസിൻ്റെ അകത്തെ വിഭാഗീയത, അവിടെ നടക്കുന്ന വർഗീയവൽക്കരണം, മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര BJP ഗവൺമെൻറ്റും നേതൃത്വവുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ അധാർമിക ബന്ധങ്ങൾ, വരാനിരിക്കുന്ന ഇതിൻ്റെ പരിണിത ഫലങ്ങൾ കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും സഖാക്കൾക്കുൾപ്പെടെ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അന്ന് പറഞ്ഞത് ഓരോന്നും ഇവിടെ അടിവരയിടുകയാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം, ശ്രീമതി മമതാ ബാനർജി എടുത്തു വരുന്ന നിലപാട് ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് പശ്ചിമ ബംഗാളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിക്കാനും സമീപിച്ചതിൽ അനുകൂലമായ നിലപാട് നമ്മുടെ മുന്നിൽ തന്നെ, കേരളത്തിന് മുന്നിൽ തന്നെ 6 മാസം മുമ്പുണ്ട്. GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാതെ ആയപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അന്ന് നൽകിയ ഉത്തരവ് നിങ്ങൾക്കറിയാം, 12,000 കോടി രൂപ അടിയന്തരമായി നൽകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം ലഭിച്ചൊരു ഗവൺമെൻറ്റാണ്. അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഡയറക്റ്റായി പോയിട്ട് 1,500 കോടി റുപ്യ കിട്ടും എന്ന കണക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാരെ പറ്റിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 1,96,000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്. 1,96,000 കോടി രൂപ ഒരു ഗവൺമെൻറ് ഒരു വർഷത്തിൽ ഒരു സംസ്ഥാനത്ത് ചെലവഴിക്കാൻ ശേഷിയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ 1,96,000 കോടിയുടെ എത്ര ശതമാനമാണ് 1,500 കോടി?